കോഴിക്കോട്ടേക്ക് നമുക്കിന്ന് പോകണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ഉണ്ടായ അപകടം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവിടെ ഈ ക്ലോക്ക് ടവറിന്റെ ഭാഗം ഇടിഞ്ഞു വീണിരുന്നു. അത് പൊളിച്ചു മാറ്റാനുള്ള പ്രവർത്തികൾ ഇപ്പോൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. 2-3 ട്രാക്കിലൂടെയുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. അപകടാവസ്ഥയിലായി ക്ലോക്ക് ടവർ പൊളിച്ചു മാറ്റാൻ വൈകിയത് ഗുരുതര അനാസ്ഥയെന്നാണ് വിലയിരുത്തലുകൾ. വിവരങ്ങളുമായി ഇപ്പോൾ AK ലതീഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ലതീഷ്, വലിയൊരു അപകടം തലനാരിടയ്ക്ക് ഒഴിവാകുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. തിരക്കേറിയ പ്ലാറ്റ്ഫോമാണ്. ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീഴുന്നു. പക്ഷേ ഒരു ട്രെയിനും ഉണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് വലിയൊരു അപകടം ഒഴിവായിപ്പോയി. ലതീഷ്, ഇത് കാലപ്പഴക്കം കാരണം പൊളിച്ചു മാറ്റണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണോ? അത് പൊളിച്ചു മാറ്റാൻ വൈകിയതാണോ പ്രശ്നത്തിന് കാരണം? മനു, ഗുഡ് മോർണിംഗ്. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം 138 വർഷം പഴക്കമുള്ളതാണ് ഈ ക്ലോക്ക് ടവർ. ഇപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടതിനാൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നേരിട്ട് പോകാൻ കഴിയില്ല. എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുന്ന സമയത്ത് പൊളിച്ചു മാറ്റൽ നടപടികൾ നിർത്തിവെക്കുകയാണ്. ആളുകൾ കയറി, ഉയരമിട്ട് ആളുകൾ കയറി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കല്ലുകളും അടർത്തി താഴേക്ക് തള്ളിയിടുന്ന രീതിയിലുള്ള പൊളിച്ചുമാറ്റൽ തന്നെയാണ് നടക്കുന്നത്. മാനുവലായി പൊളിച്ചുമാറ്റൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്നലെ വടം കെട്ടി 3 തവണ മറച്ചിടാനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും, മെഷീൻ ഒക്കെ ഉപയോഗിച്ച് ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഉയരമിട്ട് കയറി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഓരോ കല്ലുകളായി പൊളിച്ച് താഴേക്ക് തള്ളിയിടുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. 2-3 ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. 1-4 ട്രാക്കുകളിലൂടെയാണ് ട്രെയിൻ ഗതാഗതം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ സാധാരണ വൈകുന്ന രീതിയിലുള്ള വൈക്കം എന്നുള്ളതിനപ്പുറം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നമുള്ളതിനാൽ നിലവിൽ ട്രെയിനുകളൊന്നും വൈകി ഓടുന്നില്ല എന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ നിന്നും പുറപ്പെടേണ്ട കണ്ണൂർ കോഴിക്കോട് എക്സ്പ്രസ് വെസ്റ്റിയിൽ നിന്നും ഇന്ന് പുറപ്പെടും എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ട്രെയിനിൽ ആശ്രയിക്കുന്ന യാത്രക്കാർ വെസ്റ്റിയിലേക്ക് പോയി അവിടെ നിന്നും കണ്ണൂരിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടതായി വരും. മറ്റു ട്രെയിനുകളെല്ലാം ഇന്നലെ ഒരു 11:10 കൂടിയാണ് ഈ അപകടം. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിൻ, അതായത് 2:15 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുക്കേണ്ട ട്രെയിൻ ഇന്ന് വെസ്റ്റിയിൽ വരെ സർവീസ് നടത്തുകയും വെസ്റ്റിയിൽ നിന്ന് തിരിച്ച് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുകയും ചെയ്യും. അതുകൊണ്ട് കണ്ണൂരിലേക്കുള്ള ഈ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിനെ ആശ്രയിക്കുന്ന യാത്രക്കാർ വെസ്റ്റിയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി കണ്ണൂരിലേക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്ര ആരംഭിക്കേണ്ടതായി വരുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഈ ട്രെയിൻ ഇന്നലെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട സമയത്താണ്, 2ാം പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട സമയത്താണ് ഈ ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. കാലപ്പഴക്കമുണ്ട്, അതേപോലെ തന്നെ വിള്ളലും ഉണ്ടായിരുന്നു. 3 മാസം മുമ്പ് തന്നെ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് പൊളിച്ചു മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വരെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഈ അപകടാവസ്ഥയിലായ ക്ലോക്ക് ടവർ ഇന്നലെ പൊളിച്ചു മാറ്റാനായിരുന്നു റെയിൽവേ തീരുമാനിച്ചതെന്നാണ് അവർ അപകടശേഷം അറിയിച്ചത്. എന്നാൽ ആ പൊളിച്ചു മാറ്റേണ്ടി വന്നില്ല. വലിയൊരു ഭാഗം താഴേക്ക് അടർന്നു വീഴുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ട്രെയിനിന് മുകളിലേക്ക് കൂടിയാണ് വീണത്. പൂർണ്ണമായും മുകളിലേക്ക് വീഴാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വൈദ്യുത ലൈനിന് മുകളിൽ തട്ടി വലിയ സ്ലാബ് അവിടെ തങ്ങി നിന്നതുകൊണ്ടാണ് പൂർണ്ണമായും ട്രെയിനിന് മുകളിലേക്ക് വീഴാതിരിക്കാനുള്ളൊരു കാരണമായി മാറിയത്. ഒപ്പം യാത്രക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും അത് മഹാഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. മനുവിനൊക്കെ അറിയാവുന്ന പോലെ തന്നെ വലിയ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ വരുന്ന സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന ആളുകളുമെല്ലാം കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള നിലയിൽ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ സമയത്തും പൂർണ്ണമായും ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. 1-4 ട്രാക്കുകളിലാണ് കൂടുതൽ ട്രെയിൻ വരിക. എന്നാൽ 2-3 ട്രാക്കുകളിലും ട്രെയിൻ വരുന്ന നില ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അതിന് മുകളിൽ ഇപ്പോൾ ജീവനക്കാരുണ്ട്. ഓരോ സമയത്തും ട്രെയിൻ വരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രെയിൻ 1-4 പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ വന്ന് നിർത്തിയിടുന്ന ആ സമയം പൊളിച്ചു മാറ്റൽ നടക്കുന്നില്ല. കാരണം കല്ല് ഏതെങ്കിലും കാരണവശാൽ തെറിച്ചു വീഴാനൊക്കെ ഉള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ നിലയിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഈ പൊളിച്ചു മാറ്റൽ
പുരോഗമിക്കുന്നത്. ഉച്ചയോടുകൂടി പൊളിച്ചു മാറ്റൽ പൂർത്തിയാകുമെന്നൊക്കെ റെയിൽവേ പറയുന്നുണ്ടെങ്കിലും നമ്മളിവിടെ കഴിഞ്ഞ 1-2 മണിക്കൂറായി നമ്മളിവിടെ നിൽക്കുന്നു. ആ സമയം നോക്കുകയാണെങ്കിൽ കൂടുതൽ സമയമെടുത്ത് മാത്രമേ ഇത് പൊളിച്ചു മാറ്റാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തൊഴിലാളികൾ 3 പേരുണ്ട്. ഇപ്പോൾ 2 പേരാരും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുവെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ഒരു തൊഴിലാളി കൂടി മറുഭാഗത്തുമുണ്ട്. ഈ നിലയിൽ തൊഴിലാളികൾ ഡ്രില്ലിംഗ് മെഷീനും കമ്പിപ്പാരയും എല്ലാം ഉപയോഗിച്ച് മാനുവലി തന്നെ പൊളിച്ചു നീക്കുന്ന ഈ കല്ലുകൾ ഓരോന്നും പൊളിച്ചു നീക്കുന്ന സാഹചര്യമാണുള്ളത്. ബ്രിട്ടീഷ് നിർമ്മിതമാണ്, നല്ല ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയൊക്കെ മഴ ഒക്കെ ഉണ്ടായെങ്കിലും ഈ ആദ്യഘട്ടത്തിൽ പൊളിഞ്ഞു വീണ ഭാഗം താഴേക്ക് പതിച്ചു എന്നതിനപ്പുറം മറ്റു ഭാഗങ്ങളൊന്നും താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടില്ല. ഈ 2-3 ട്രാക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ യാത്രക്കാരും തന്നെ ഈ 2-3 പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശിക്കുന്നതും നിയന്ത്രിച്ചിട്ടുണ്ട്. മനു.